ഇപ്പോൾ നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്നുള്ള ഒരു സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ? സ്ലൈഡിൻ്റെ ഒന്ന് വോയിസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് വോയിസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാം. ഹലോ, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് സർ. ഓക്കെ, താങ്ക് യു. Computer networks. What is computer networks? ഈ ക്ലാസ് okay, fine. In this semester I am going to handle computer networks. ഒരു ബേസിക് ഐഡിയ പറയുകയാണെങ്കിൽ ഇതൊരു തിയറി സബ്ജക്റ്റ് ആണ്. ആൻഡ് ഓക്കെ, ആൻഡ് ദർ ആർ മെനി ലൈക്ക് അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇതിലുള്ള ഓരോ സോ ഈ സബ്ജക്റ്റിലുള്ള ടോപ്പിക്കുകൾ ഇതിൻ്റെ കണ്ടൻസ് നിങ്ങൾ പലതായിരിക്കും. സോ ഇറ്റ്സ് ഈസി ഫോർ യു ടു റിമൂവ്. ക്ലിയർ? ഹലോ, ഇപ്പോൾ വോയിസ് ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. നിങ്ങൾ ആരെങ്കിലും ഒന്ന് വോയിസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാമോ? ജസ്റ്റ് ഇൻ കേസ് മൈക്ക് സ്പീക്കർ ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് വോയിസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ സർ. ഓക്കെ 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 തന്നെ, താങ്ക് യു. ഓക്കെ, സോ
computer networks. Okay, sir. Okay, thank you. So ഈ ഒരു സെമ്മിൽ I'm going to handle computer networks and it's a theory subject. നേരത്തെ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. മീൻസ് അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇതിലുള്ള ഓരോ ടോപ്പിക്കും നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും, മീൻസ് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നതോ ഒക്കെ ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും. സോ ഇൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് വന്നാൽ, ഒരു ടോപ്പിക് ഉണ്ട് എങ്കിൽ അതിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഇതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു പക്ക തിയറി സബ്ജക്റ്റ് ആണ്. സോ യു ഹാവ് ടു ലേൺ എ ലോട്ട് ഓഫ് തിയററ്റിക്കൽ കൺസെപ്റ്റ്സ്. ഓക്കെ, ഇതാണ് ഒരു ബേസിക് കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ദെൻ ഉള്ള സബ്ജക്റ്റ് ആണിത്. ഇതിൽ 6 ഫസ്റ്റ് മൊഡ്യൂൾ കൺസെപ്റ്റ്സ്, introduction, what is computer network hardware, what you mean by network hardware. Then there are some terms, LAN, MAN and WAN. നിങ്ങൾ ഈ ടേം ഒക്കെ MAN and WAN ആർക്കെങ്കിലും, can anyone say what is LAN, MAN and WAN, the expansion? LAN, MAN and WAN. ആർക്കെങ്കിലും എന്താണ് ലാൻ, വാട്ട് ഈസ് വാൻ ആൻഡ് വാട്ട് ഈസ് മാൻ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ? വോയിസ് ഓക്കെ അല്ലേ? പറയുന്നത് കേൾക്കുന്നില്ലേ? ലാൻ, മാൻ ആൻഡ് വാൻ, ഈ ടേം നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ലാൻ, വാട്ട് ഈസ് ലാൻ? എക്സ്പാൻഷൻ മാത്രം മതി, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയം പറയാം. ഞാൻ ചോദിക്കാൻ കാരണം ഈ ടേമുകളൊക്കെ നിങ്ങൾ കേട്ട് പരിചയമുള്ള ടേമുകളാണ്. സോ ലാൻ എന്നുള്ള ടേം ആരും കേട്ടിട്ടില്ലേ? വാട്ട് യു മീൻ ബൈ ലാൻ? ജസ്റ്റ് എക്സ്പാൻഷൻ. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ സംഗീത്, LAN means local area network ആണ്. ഓക്കെ സംഗീത്, താങ്ക് യു. ഓക്കെ, so that is LAN, local area network. MAN means metropolitan area network. WAN means wide area network. So we will discuss what all these things are. Then internetwork. Internetwork means our normal internet. Then network software. What is network software? How these protocol hierarchies, how these protocols are arranged in a layered network. Then design issues for layers. നമ്മൾ ലെയർ ആയിട്ട് നമ്മളൊരു നെറ്റ്വർക്കിനെ ഡിസൈൻ ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ലെയേഴ്സ് ആയിരിക്കും, ഡിഫറെൻറ്റ് ലെയേഴ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഈ ലെയേഴ്സിനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിസൈൻ ഇഷ്യൂസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഡിസൈൻ ഇഷ്യൂസ് വൈൽ ഡിസൈനിങ് എ ലെയേർഡ് നെറ്റ്വർക്ക്? ദെൻ ഇൻ്റർഫേസ് ആൻഡ് സർവീസ്. ഈ ലെയേഴ്സിൻ്റെ ഇടയിലുള്ള ഇൻ്റർഫേസ് എന്താണ്? ഈ ഇൻ്റർഫേസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണ്? അതൊക്കെയാണ് ഈ ഒരു ഇൻ്റർഫേസ് ആൻഡ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, സർവീസ് പ്രിമിറ്റീവ്. സർവീസ് പ്രിമിറ്റീവ്സ്, വാട്ട് ഈസ് സർവീസ് പ്രിമിറ്റീവ്, വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് സർവീസ് പ്രിമിറ്റീവ്സ്? ഈ കൺസെപ്റ്റുകളാണ് ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. ദെൻ ഫൈനലി ഫസ്റ്റ് മൊഡ്യൂൾ ലാസ്റ്റ് ടോപ്പിക്, റഫറൻസ് മോഡൽസ്. ഡിഫറെൻറ്റ് റഫറൻസ് മോഡൽസ്, ഇത് ഈ ഒരു മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. റഫറൻസ് മോഡൽസ്, 2 reference models we have to study. First one is OSI, second one is TCP/IP. OSI means Open System Interconnect model, second one TCP/IP model. നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. കുറേ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ പറയാം. Because the most of the concept we learned or we studied in the data communication is used in computer networks also, or those devices, those concepts are using in computer networks. Okay, so we can say that this computer networks is an extended study of the data communication. Okay, so you will get a continuity. Data communication പഠിക്കുന്ന സമയത്ത് I have already told about layered architecture.
ലെയേർഡ് ആർക്കിടെക്ചർ മീൻസ് ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിനെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്തൊക്കെയായിരുന്നു ഡിഫറെൻറ്റ് ലെയേഴ്സ്, എത്ര ലെയേഴ്സ് ഉണ്ട് എന്നുള്ള കേസൊക്കെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുള്ള കുറച്ച് ലെയേഴ്സിൻ്റെ പേര് പറയാൻ പറ്റുമോ? എനിവൺ? സെൻഡർ, റിസീവർ, ട്രാൻസ്മിറ്റർ അതൊക്കെ അല്ലേ സാർ? അതെ, സെൻഡർ, റിസീവർ, ട്രാൻസ്മിറ്റർ ഒക്കെയുള്ള കൺസെപ്റ്റുകൾ നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ പഠിച്ചിട്ടുണ്ട്. അത് പഠിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ലെയേഴ്സിൻ്റെ കൺസെപ്റ്റ് സബ്ജക്റ്റ് വൈസ് അല്ല പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 7 ലെയേഴ്സ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മീൻസ് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലാണ് പഠിക്കുന്നത്. ബട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും അത് ഓർമ്മയുണ്ടോ? ഫിസിക്കൽ യെസ്, ഓക്കെ ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ അനഘ. ദെൻ ഒന്ന് ഫിസിക്കൽ ലെയർ ആണ്, ഒന്ന് ഡാറ്റ ലിങ്ക് ലെയർ. വേറെ ഏതെങ്കിലും ലെയേഴ്സ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നെറ്റ്വർക്ക് ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. യെസ്, നെറ്റ്വർക്ക് ലെയർ. ഓക്കെ ഫൈൻ, അറ്റ്ലീസ്റ്റ് ഇത്രയും ഓർമ്മയുണ്ടല്ലോ. അത് വലിയ കാര്യം. കാരണം ഒരു ക്ലാസ് ആയിട്ടല്ല, ജസ്റ്റ് ക്ലാസ്സിൻ്റെ ഇടയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളായിരുന്നു. വി ഡിവൈഡ് ദ നെറ്റ്വർക്ക് ഇൻ ടു ഡിഫറെൻറ്റ് ലെയേഴ്സ് ആൻഡ് ദിസ് ആക്ച്വലി ഈ ഒരു ടോപ്പിക് ലെയർ. സോ ഈ ഒരു OSI എന്നതിൽ നമ്മൾ ഈ ഒരു ലെയേഴ്സ് എന്താണ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദോസ് ലെയേഴ്സ്, എന്തൊക്കെയാണ് ആ ലെയേഴ്സിൽ സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ദ സെയിം വേ മറ്റൊരു TCP/IP ഈസ് ആൻ അനദർ റെഫറൻസ് മോഡൽ. ഓക്കെ, നമ്മൾ റെഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മറ്റൊരു മോഡലാണ് TCP/IP റെഫറൻസ് മോഡൽ. എന്തിനു വേണ്ടി റെഫർ ചെയ്യുന്നത്? ആക്ച്വലി വൈൽ ഡെവലപ്പിംഗ് ഓർ ഡിസൈനിങ് എ നെറ്റ്വർക്ക്, എ ന്യൂ നെറ്റ്വർക്ക്, these two models are used as a reference model, OSI reference model and TCP/IP reference model. And this TCP/IP reference model also consists of 4 different layers. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അത് എടുക്കുമ്പോൾ പറയാം. ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ് പറയുന്നത്. സോ ഇൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ, ദിസ് OSI model and TCP/IP model are very important from first module. ഫസ്റ്റ് മൊഡ്യൂളിൽ എപ്പോഴും ഒരു essay ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ടോപ്പിക്കുകളാണ് OSI and TCP/IP reference model. Okay, so this is about first module. ഈ ഫസ്റ്റ് മൊഡ്യൂൾ ഇത്രയും കൺസെപ്റ്റിലാണ് പഠിക്കുന്നത്. ഒരു സിമ്പിൾ മൊഡ്യൂളാണ്, എനിക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ. The second module main concepts are data link layer design issues, which means OSI reference മോഡലിലുള്ള രണ്ടാമത്തെ ലെയറാണ്, സെക്കൻഡ് ലെയറാണ് data link layer. So we are going to study more about that data link layer in module 2. Okay, OSI reference model 7 layers. അതിലെ സെക്കൻഡ് ലെയർ ആയിട്ടുള്ള ഡാറ്റ ലിങ്ക് ലെയറിന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്ന മൊഡ്യൂളാണ് മൊഡ്യൂൾ 2. ഓക്കെ, സോ ഹിയർ വാട്ട് ആർ ദ ഡിസൈൻ ഇഷ്യൂസ് വൈൽ ഡിസൈനിങ് ദ ഡാറ്റ ലിങ്ക് ലെയർ? Flow control and ARQ techniques. We have already studied these concepts in data DC. ഡാറ്റ കമ്മ്യൂണിക്കേഷനകത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചാണ് ഫ്ലോ കൺട്രോൾ ആൻഡ് ARQ ടെക്നിക്. ആ ഒരു കൺസെപ്റ്റ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കുന്നത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫ്ലോ കൺട്രോൾ മെത്തേഡ്സ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ARQ ടെക്നിക്സ്. ARQ ടെക്നിക്ക് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ARQ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓൾറെഡി ഇവിടെ ഒരു ടേം നിങ്ങൾ കണ്ടു, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നിന് വേണ്ടിയിട്ടാണ് വി യൂസ് ARQ ടെക്നിക്. എന്ത് കൺട്രോളിന് വേണ്ടിയിട്ടാണ്? എനിവൺ? ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക് തന്നെയാണ്. ഫ്ലോ കൺട്രോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തില്ല, ബട്ട് അനദർ ടോപ്പിക് വി ഡിസ്കസ്ഡ് ആൻഡ് ARQ ടെക്നിക് ഈസ് യൂസ്ഡ് ഫോർ ദാറ്റ് പർപ്പസ്. So what is ARQ or for which purpose ARQ technique is used?
Which control? Error correction. Yes, okay, Masna. So error control nu hierarchy control. So flow control and error control. Flow control, what are the different methods used in flow control, and what are the different methods used in error control? These two topics അതാണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. മീൻസ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രണ്ടാമത്തെ ലെയർ ആയിട്ടുള്ള ഡാറ്റ ലിങ്ക് ലെയർ എന്നാണ്. ഡാറ്റ ലിങ്ക് ലെയറിൽ യൂസ് ചെയ്യുന്ന ഫ്ലോ കൺട്രോൾ മെക്കാനിസംസ് ആൻഡ് എറർ കൺട്രോൾ മെക്കാനിസംസ് എന്തൊക്കെയാണ്? ഇത് നമ്മൾ മുന്നേ പഠിച്ച സെയിം ARQ ടെക്നിക്സ് തന്നെയാണ്. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്, സ്ലൈഡിങ്, അതിൽ തന്നെയുള്ള ഗോ ബാക്ക് ആൻഡ് സെലക്റ്റീവ് റിപ്പീറ്റ്, അതൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കുന്നത്. ദെൻ some protocols which are used in data link layer like HDLC, DLL, MAC sublayer. Then some IEEE standards, IEEE 802, IEEE 802.3, 802.4, 802.5 ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ IEEE സ്റ്റാൻഡേർഡ്സ് ഡിസ്കസ് ചെയ്യുന്നു. Then some devices which are used in this data link layer like bridges, switches, അതെന്താണ് എന്ന് ഡീറ്റെയിൽ ആയി പഠിക്കുന്നു. ഇതൊക്കെ ടേം നിങ്ങൾ കേട്ടതാണ്. ബ്രിഡ്ജസ് കേട്ടിട്ടുണ്ടാവും, സ്വിച്ചസ് കേട്ടിട്ടുണ്ടാവും. സ്വിച്ചസ് ആക്ച്വലി സ്വിച്ചസ് ഓൾസോ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് നമ്മൾ ലാസ്റ്റ് മൊഡ്യൂൾ 6th മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് സ്വിച്ച്, പാക്കറ്റ് സ്വിച്ച് നെറ്റ്വർക്ക്, സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്ക്, അതൊക്കെ നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ പഠിച്ചിട്ടുണ്ട്. സോ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഈ സ്വിച്ച് ഡിവൈസ് എന്താണ്, ബ്രിഡ്ജ് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് ഡിവൈസുകൾ പഠിക്കുന്നു. ദെൻ ഹൈ സ്പീഡ് ലാൻ, ജിഗാബിറ്റ് ഇഥർനെറ്റ്, വയർലെസ് ലാൻ. വയർലെസ് ലാൻ മീൻസ് വൈഫൈ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന, അതാണ് വയർലെസ് ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വയർലെസ് ലാന് IEEE 802.11 എന്നുള്ള സ്റ്റാൻഡേർഡിൽ വരുന്നതാണ്. സോ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. ദെൻ 802.15 പ്രോട്ടോകോൾ, പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ. ഇത്രയുമാണ് സെക്കൻഡ് മൊഡ്യൂളിലെ കണ്ടന്റ്. നിങ്ങളുടെ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ ബേസ് ചെയ്തിട്ട് സംവാട്ട് ലെങ്തി മൊഡ്യൂളാണ് ഈ ഒരു സെക്കൻഡ് മൊഡ്യൂൾ. ഓക്കെ, സോ ഇൻ സെക്കൻഡ് മൊഡ്യൂൾ വി മെയിൻലി ഫോക്കസ് ഓൺ the second layer of OSI model. Second layer is data link layer, and what are the different design issues, what are the different protocols, what are the different devices, and what are the different standards used in this data link layer. അതാണ് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് തേർഡ് മൊഡ്യൂൾ. തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ഈ OSI റെഫറൻസ് മോഡലിലുള്ള തേർഡ് ലെയറിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഇസ് ദ തേർഡ് ലെയർ ഇൻ OSI റെഫറൻസ് മോഡൽ? ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. വാട്ട് ഇസ് ദ തേർഡ് ലെയർ? OSI റെഫറൻസ് മോഡലിൽ തേർഡ് ലെയർ ഏതാണ്? ഫസ്റ്റ് വൺ ഫിസിക്കൽ, സെക്കൻഡ് വൺ ഡാറ്റ ലിങ്ക്, തേർഡ് വൺ ഏതായിരുന്നു? യെസ്, നെറ്റ്വർക്ക് ലെയർ. ആ നെറ്റ്വർക്ക് ലെയറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് തേർഡ് മൊഡ്യൂൾ കൺസെപ്റ്റ്. ഈ നെറ്റ്വർക്ക് ലെയറിൽ ആക്ച്വലി മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് ആർക്കും പറയാൻ പറ്റുമോ? ബേസിക് ഐഡിയ മീൻസ് നിങ്ങൾ സബ്ജക്റ്റ് വൈസ് പഠിച്ചിട്ടുണ്ടാവില്ല, ബട്ട് നെറ്റ്വർക്ക് ലെയർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലപ്പോഴായിട്ട് പല സ്ഥലങ്ങളിൽ. What is the main function of network layer, or what is the main device used in network layer? നിങ്ങൾ കേട്ട ടേമാണ് ആ ഡിവൈസ്. Which is the major or main device used in network layer? Actually, that is the main purpose of network layer. Can anyone say the function of network layer or the main device used in network layer? Yes, router. Router ആണ് നെറ്റ്വർക്ക് ലെയറിലെ മെയിൻ ഡിവൈസ്, ആൻഡ് ദ മെയിൻ പർപ്പസ് ഓഫ് ദിസ് നെറ്റ്വർക്ക് ലെയർ ഈസ് റൂട്ടിംഗ്. മെസ്സേജസിനെ നമ്മൾ എന്ത് ഫോമിലുള്ള ആണ് മെസ്സേജസിനെ പാസ് ചെയ്യാൻ? ഏത് ഫോമിലാണ് മെസ്സേജസിനെ പാസ് ചെയ്യുക, എസ്പെഷ്യലി ഇൻ നെറ്റ്വർക്ക് ലെയർ?
യെസ്, പാക്കറ്റ്സ്. ഓക്കെ, പാക്കറ്റ്സ് ആയിട്ടാണ് നമ്മൾ നെറ്റ്വർക്ക് ലെയറിൽ അല്ലെങ്കിൽ നമ്മൾ മെസ്സേജസിനൊക്കെ പാസ് ചെയ്യുക. സോ ദ മെയിൻ പേർപ്പസ് ഓഫ് ദ നെറ്റ്വർക്ക് ലെയർ ഈസ് ടു റൂട്ട് ദ പാക്കറ്റ്സ് ടു അപ്രോപ്രിയേറ്റ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ഓൺ സം റൂട്ടിംഗ് പ്രോട്ടോകോൾ. റൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം റൂട്ടിംഗ് പ്രോട്ടോകോൾസ് ഉണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് തേർഡ് മൊഡ്യൂൾ. സോ ആ റൂട്ടിംഗ് പ്രോട്ടോകോളിനെ ബേസ് ചെയ്തിട്ട് അയക്കുന്ന മെസ്സേജിനെ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലോട്ട് എങ്ങനെ റൂട്ട് ചെയ്ത് കൊണ്ടുപോകും എന്ന് ഡിസൈഡ് ചെയ്ത് ആ ഫംഗ്ഷൻ ചെയ്യുന്ന ലെയറാണ് നെറ്റ്വർക്ക് ലെയർ. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് നെറ്റ്വർക്ക് ലെയർ. So the module 3 mainly discuss about this network layer. Routing, what you mean by routing. Then different type routing, static and dynamic routing. In that, shortest path routing, flooding, distance vector routing, link state routing, routing information protocol RIP, OSPF, open shortest path first, routing for mobile host. ഇത്രയും കൺസെപ്റ്റുകൾ ആണ് തേർഡ് മൊഡ്യൂൾ പഠിക്കുന്നത്. വിച്ച് മീൻസ് എന്തൊക്കെ ഡിഫറെൻറ്റ് റൂട്ടിംഗ് പ്രോട്ടോകോൾസ് ആണ് നെറ്റ്വർക്ക് ലെയറിൽ യൂസ് ചെയ്യുന്നത് എന്ന കൺസെപ്റ്റാണ് തേർഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ റൂട്ടിംഗ് ഫോർ മൊബൈൽ ഹോസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതായത് നിങ്ങളിപ്പം നിങ്ങളുടെ മൊബൈലിലോട്ട് എങ്ങനെയാണ് ഒരു മെസ്സേജ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു കൺട്രിയിലോട്ട് പോയി, കൺട്രിയിലോട്ട് പോയി എന്നാൽ പോലും നിങ്ങൾക്ക് നാട്ടിലുള്ള ഒരാൾ മെസ്സേജ് അയച്ചാൽ എങ്ങനെ നിങ്ങളുടെ മൊബൈലിലോട്ട് റീഡയറക്റ്റ് ചെയ്തെത്തുന്നു, എങ്ങനെ റൂട്ട് ചെയ്തെത്തുന്നു, അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മൾ ഈ റൂട്ടിംഗ് ഫോർ മൊബൈൽ ഹോസ്റ്റ് പഠിക്കുന്നത്. സോ ദിസ് ഈസ് സംവാട്ട് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ഓക്കെ, ദെൻ മൊഡ്യൂൾ 4. The module 4 mainly discuss about congestion control algorithms and quality of system. ഈ രണ്ട് ടോപ്പിക്കുകളാണ് മൊഡ്യൂൾ 4ൽ ഡിസ്കസ് ചെയ്യുന്നത്. കൺജഷൻ കൺട്രോൾ ആൻഡ് ക്വാളിറ്റി ഓഫ് സിസ്റ്റം. കൺജഷൻ കൺട്രോൾ മീൻസ് ട്രാഫിക് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി അതും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ട്രാഫിക് എന്താണ് സ്റ്റാറ്റിക്, എന്താണ് ഡൈനാമിക്, എങ്ങനെയാണ് സ്റ്റാറ്റിക് ആയിട്ട് റൂട്ട് ചെയ്യുന്നത്, ഡൈനാമിക് റൂട്ട് ചെയ്യുന്നത്, പ്രീഫിക്സ്ഡ് പാത്ത്, ഡൈനാമിക് ആയിട്ടുള്ള പാത്ത്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളാണ്. ലൈക്ക് ഇഫ് എനി ട്രാഫിക് ഒക്കേഴ്സ് ഓർ ഇഫ് എനി കൺജഷൻ ഒക്കേഴ്സ്, വാട്ട് ആർ ദ മെത്തേഡ്സ് ടു സോൾവ് ദോസ് കൺജഷൻ, ഹൗ ക്യാൻ വി കൺട്രോൾ ദോസ് കൺജഷൻസ്, ദെൻ ഹൗ ക്യാൻ വി എൻഷുർ ദ ക്വാളിറ്റി ഓഫ് സർവീസ്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് ഈ ഒരു ടോപ്പിക്ക്. ദെൻ നെറ്റ്വർക്ക് ലെയർ ഇൻ ഇൻ്റർനെറ്റ്, IPv4. ഇത് നിങ്ങൾ കണ്ട ടേം ആയിരിക്കും. IPv4 നിങ്ങൾ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള നിങ്ങൾ IP ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ IPv4 ഓപ്പൺ നെറ്റ്വർക്ക് ആൻഡ് ഷെയറിംഗ് സെൻറ്ററിലൊക്കെ പോയിട്ട് നിങ്ങൾ IPv4 അഡ്രസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സോ വാട്ട് ഈസ് ദിസ് IPv4, വാട്ട് ഈസ് IP അഡ്രസ്, വാട്ട് ഈസ് ക്ലാസ്ലെസ് ആൻഡ് ക്ലാസ്ഫുൾ അഡ്രസ്സിങ്, വാട്ട് ഈസ് സബ്നെറ്റിംഗ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടോപ്പിക്കുകളാണ് ഈ മൊഡ്യൂൾ 4ൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ മൊഡ്യൂൾ 5. മൊഡ്യൂൾ 5 മെയിൻലി പ്രസൻറ്റേഷൻ ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയേഴ്സിലൊക്കെയുള്ള ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസിനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ മൊഡ്യൂൾ 5ൽ ഇൻ്റർനെറ്റ് കൺട്രോൾ പ്രോട്ടോകോൾ, അതിൽ തന്നെ ICMP, ARP, RARP, BOOTP, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് പഠിക്കുന്നു. ഹയർ ലെയർ പ്രോട്ടോകോൾ പഠിക്കുന്നു. ഹയർ ലെയർ മീൻസ് പ്രസൻറ്റേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ലെയറിലൊക്കെ ഉണ്ടാകുന്ന പ്രോട്ടോകോൾസിനാണ് ഹയർ ലെയർ പ്രോട്ടോകോൾ എന്ന് പറയുക. അങ്ങനെയുള്ള പ്രോട്ടോകോൾസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു. എന്താണ് ഇൻ്റർനെറ്റ് മൾട്ടികാസ്റ്റിംഗ്, IGMP, ഇൻ്റർനെറ്റ് ഗ്രൂപ്പ് മാനേജ്മെൻറ്റ് പ്രോട്ടോകോൾ, ബോർഡർ ഗേറ്റ്വേ പ്രോട്ടോകോൾ, IPv6 അഡ്രസ്സിംഗ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് ആണ് മൊഡ്യൂൾ 5ൽ പഠിക്കുന്നത്. ഇതിൽ നിങ്ങൾ ARP എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആരെങ്കിലും ARP, RARP എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് നിങ്ങൾ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ARP ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതിൻ്റെ എക്സ്പാൻഷൻ ഇതാണ്, അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ. എന്താ ഈ അഡ്രസ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? എനിവൺ? നിങ്ങളിത് ഇപ്പോഴും ഞാൻ പറയുന്നത് ക്ലാസ്സിൽ ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല. ബട്ട് നിങ്ങൾ ഡെയിലി അല്ലെങ്കിൽ റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. സോ ARP ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ. വാട്ട് യു മീൻ ബൈ അഡ്രസ് റെസൊല്യൂഷൻ?
That is what you mean by address in case of network. Address means okay, at least what do you mean by logical name and physical name? What do you mean by logical name and physical name? ഈ ലോജിക്കൽ നെയിം അല്ലെ ലോജിക്കൽ അഡ്രസ്സിന് നിങ്ങൾക്ക് വേറൊരു പേര് പറയാം. ഫിസിക്കൽ അഡ്രസ്സിന് നിങ്ങൾക്ക് വേറൊരു പേര് പറയാം. Yes, IP address and MAC address. Okay, Srishma. So logical address means IP address. ഈ ടേം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ. ഇത് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. ഈ ടേം എല്ലാവരും കേട്ടില്ല, IP address and MAC address. അതും കേട്ടിട്ടില്ലേ? IP address, MAC address ആരും കേട്ടിട്ടില്ലേ? IP address and MAC address ആരും കേട്ടിട്ടില്ല? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഈ ഒരു ടേമും ആരും കേട്ടിട്ടില്ലേ? IP address and MAC address. Okay. Okay, anyways, okay, Srishma, this IP address and MAC address means logical address and physical address. So ഈ ലോജിക്കൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സുമായിട്ട് മാപ്പ് ചെയ്യുന്നത് അല്ലെ ഫിസിക്കൽ അഡ്രസ്സിനെ തിരിച്ചിട്ട് ലോജിക്കൽ അഡ്രസ്സുമായിട്ട് മാപ്പ് ചെയ്യുന്ന പ്രോട്ടോകോൾസിനെയാണ് ARP ആൻഡ് RARP എന്ന് പറയുന്നത്. അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ ആൻഡ് റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ. ഫസ്റ്റ് വൺ IP അഡ്രസ്, നിങ്ങൾ സിസ്റ്റത്തിൽ നിങ്ങൾ കൊടുക്കുന്ന IP അഡ്രസ്സിനെ MAC അഡ്രസ്സായിട്ട് മാപ്പ് ചെയ്യാം. സെക്കൻഡ് വൺ MAC അഡ്രസ്സിനെ IP അഡ്രസ്സായിട്ട് മാപ്പ് ചെയ്യാം. ഓക്കെ, സോ ദീസ് പ്രോട്ടോകോൾസ് ആർ യൂസ്ഡ് ഫോർ ദീസ് പർപ്പസസ് ലൈക്ക് ARP അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ ആൻഡ് അനദർ വൺ ഈസ് റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ. These protocols are used to map logical address to physical address and the reverse, like physical address to logical address. Then would be internet multicasting. What do you mean by multicasting? Multicasting എന്ന് പറഞ്ഞാൽ എന്താ? What do you mean by multicasting? ബ്രോഡ്കാസ്റ്റിംഗ് കേട്ടിട്ടുണ്ടോ? വാട്ട് ഈസ് ബ്രോഡ്കാസ്റ്റിംഗ്? മൂന്ന് ഡിഫറെൻറ്റ് ടേംസ് ഉണ്ട്. ബ്രോഡ്കാസ്റ്റിംഗ്, മൾട്ടികാസ്റ്റിംഗ് ആൻഡ് യൂണികാസ്റ്റിംഗ്. അറ്റ്ലീസ്റ്റ് ബ്രോഡ്കാസ്റ്റിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, എനിവേസ് അത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. സോ ദർ ആർ ഡിഫറെൻറ്റ് ഇൻ്റർനെറ്റ് മൾട്ടികാസ്റ്റിംഗ് ടെക്നിക്സ്, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നു. ദെൻ IPv6, ICMPv6, ദീസ് ആർ ദ കൺസെപ്റ്റ്സ് ഇൻ മൊഡ്യൂൾ 5. ദെൻ മൊഡ്യൂൾ 6 ട്രാൻസ്പോർട്ട് ലെയർ. ദെൻ ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് യൂസ്ഡ് ഇൻ ട്രാൻസ്പോർട്ട് ലെയർ, TCP ആൻഡ് UDP. ഇതും ഈ ടേമുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ, ട്രാൻസ്പോർട്ട് കൺട്രോൾ പ്രോട്ടോകോൾ or transmission control protocol. ഈ പ്രോട്ടോകോൾ ടേംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഓർ വാട്ട് ആർ ദ പർപ്പസ് ഓഫ് ദീസ് പ്രോട്ടോകോൾസ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നു ഡീറ്റെയിൽ ആയിട്ട്. ദെൻ ഫൈനലി ആപ്ലിക്കേഷൻ ലെയർ ആൻഡ് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയർ ഏറ്റവും ടോപ്പിലുള്ള ലെയർ, OSI റെഫറൻസ് മോഡലിലെ ഏറ്റവും ടോപ്പിലുള്ള ലെയർ, യൂസർ ഇൻട്രാക്ട് ചെയ്യുന്ന ലെയർ, ബ്രൗസർ ഒക്കെയുള്ള ആ ഒരു ലെയറാണ് ആപ്ലിക്കേഷൻ ലെയർ. ആ ഒരു ആപ്ലിക്കേഷൻ ലെയറിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് യൂസ്ഡ് ഇൻ application layer. അതാണ് ഈ മൊഡ്യൂളിലുള്ള സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് ഈസ് ട്രാൻസ്പോർട്ട് ലെയർ ആൻഡ് ഇറ്റ്സ് ടു പ്രോട്ടോകോൾസ്, TCP ആൻഡ് UDP. And the second part, the application layer and its different protocols like FTP, DNS, electronic mail, MIME. ഈ MIME നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. SNMP, Simple Network Management Protocol, and Introduction to World Wide Web. ഈ FTP എന്താ? What do you mean by FTP? FTP എന്താണ്?
Can anyone say what is FTP? ഇതും നിങ്ങൾ മേ ബി ഡെയിലി ബേസ് തന്നെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. സോ വാട്ട് ഈസ് FTP? What is the purpose of FTP? Can anyone say any example for this FTP? FTP. TP means transfer protocol. F എന്തായിരിക്കും? What is F in FTP? Yes, file transfer protocol. ഫയൽസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ. നിങ്ങൾ ഡെയിലി ബേസിൽ ഫയൽസിനെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും, ഡൗൺലോഡ് ചെയ്യുന്നുണ്ടാവും, മ്യൂസിക് ഫയൽസിനെ ആക്സസ് ചെയ്യുന്നുണ്ടാവും, വീഡിയോ ഫയൽസിനെ ആക്സസ് ചെയ്യുന്നുണ്ടാവും, വീഡിയോ ഫയൽസ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ നടക്കുന്നത് ഈ ഒരു FTP പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ദാറ്റ്സ് FTP. DNS, ഡൊമെയിൻ നെയിം സിസ്റ്റം, ഇതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ നെയിം റെസൊല്യൂഷൻ ഒക്കെ യൂസ് ചെയ്യുന്നു. നിങ്ങൾ google.com എന്ന് മാത്രം അഡ്രസ്സ് അടിക്കുമ്പോൾ ആക്ച്വലി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ IP അഡ്രസ്സിലോട്ട് അതിനെ മാപ്പ് ചെയ്യണം. അതായത് google.com അല്ലെ നിങ്ങളുടെ ഒരു പേഴ്സണൽ വെബ്സൈറ്റ് ഉണ്ട്. ഇപ്പം ആർക്കെങ്കിലും ഒരു പേഴ്സണൽ വെബ്സൈറ്റ്, ആ പേഴ്സണൽ വെബ്സൈറ്റിന് ഒരു IP അഡ്രസ്സ് ഉണ്ടാവും. ബട്ട് നിങ്ങൾ പേര് കൊടുക്കുന്നത് വേറെ എന്തെങ്കിലും പേരായിരിക്കും. ഇപ്പോൾ ഒരു anagha.in എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ നിങ്ങളെ പേരാണ് കൊടുക്കുന്നത്. അതിനെ കറസ്പോണ്ടിങ് IP അഡ്രസ്സുമായിട്ട് മാപ്പ് ചെയ്യണം. മീൻസ് അതിനൊരു IP അഡ്രസ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള നെയിമിനെ റിസോൾവ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് DNS, ഡൊമെയിൻ നെയിം സിസ്റ്റം. Okay, so these are the concepts in these computer networks. 6 മൊഡ്യൂൾ. ഡീറ്റെയിൽ ആയിട്ട് ഒന്നാമത്തെ മൊഡ്യൂൾ അടുത്ത ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, എന്താണ് അതിൻ്റെ പേർപ്പസ്, എന്താണ് അതിൻ്റെ യൂസേഴ്സ്, ഡിഫറെൻറ്റ് മോഡൽസ്, അങ്ങനെയുള്ള കൺസെപ്റ്റുകളാണ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ മെയിൻ ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്. ഓക്കെ, മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകൂടി പറയാം, ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആയിരിക്കും. കാരണം പല ടേമുകളും പല കാര്യങ്ങളും നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ്. ഇൻ ദാറ്റ് സെൻസ് ഇറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ്, ബട്ട് ഇറ്റ്സ് എ തിയറി പേപ്പർ and lot of concepts are there to study and it's a vast subject. അതിൻ്റെതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഓവറോൾ ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു അബൌട്ട് ദിസ് സബ്ജക്റ്റ്. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഡീറ്റെയിൽ ആയിട്ട് ഒന്നാമത്തെ മൊഡ്യൂൾ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ള സബ്ജക്റ്റിൻ്റെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് ഇപ്പോൾ ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, സോ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ മെയിനായിട്ട് OSI റെഫറൻസ് മോഡൽ, ആ OSI റെഫറൻസ് മോഡൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലെയേർഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ഡിസൈനിങ്, ആ ഓരോ ലെയറിൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് ഫങ്ഷൻസ്, അതിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് എന്നതാണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ മെയിൻ കൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ദെൻ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നിങ്ങൾ അറ്റൻഡൻസ് എന്ന് പറയൂ. ആകാശ് 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 ആബ്സെന്റ്. അഭിനന്ദ്. ഓക്കെ, അഭിനവ് ആബ്സെന്റ്. ആദർശ്. ഓക്കെ, അദ്വൈത്. ഓക്കെ, അജ്മൽ. ഓക്കെ, അഖിൽ. ഓക്കെ, അനഘ. ഓക്കെ ഓക്കെ, അഞ്ജലി. ഓക്കെ, അനുഗ്രഹ്. ഓക്കെ, Atin absent. Atul. Present, sir. Okay, Devika. Present, sir. Okay, Dilna absent. Masna.
Okay. Jasna. Jasna. Jasna present ആണോ? Jasna present. Okay. Okay, Jasna. Okay. Karthik. Present, sir. Okay. Kirtana Sinan. Present, sir. Present, sir. Okay. Okay. Ijaz Nafa. Present, sir. Okay. Ijaz absent. Neha Nidin. Present, sir. Present, sir. Okay. Pranav A. Pranav C. Present, sir. Okay. Raisa Razana. Okay. Rushin Roshan. Rushin absent. Roshan absent. Sahala B. Sahala N. Present, sir. Okay. Sahala N. Sahala N absent. Sangeet Sarang. Present, sir. Present, sir. Okay. Shraddha. Present, sir. Okay. Vishnu Vaishnavi. Vishnu absent. Present, sir. Okay. Srishma Anjida. Present, sir. Anjita. Anjita absent. Shirona. Okay. ഓക്കെ ദെൻ ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഒരു ലാബ് കൂടി ഉണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അടുത്ത ക്ലാസ്സിലും ലാബിൻ്റെ അവേഴ്സിലുമായിട്ട് പറയാം. ഓക്കെ ഓക്കെ ദെൻ താങ്ക് യു.